ഗോവിന്ദച്ചാമി എന്ന ക്രിമിനൽ കൊടും കുറ്റവാളി ജയിൽ ചാടുന്നതിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. CCTV ദൃശ്യങ്ങളാണ്, ഒപ്പം ചില ചിത്രങ്ങൾ കൂടിയുണ്ട്. CCTV ദൃശ്യത്തിൽ സെല്ലിൽ നിന്ന് പുറത്തേക്ക് നൂഴ്ന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ഉപയോഗിച്ച തുണി കൊണ്ട് നേരത്തെ തയ്യാറാക്കിയ കയർ പോലെയുള്ള വസ്തു അത് പുറത്തേക്ക് നീക്കുന്നത് കാണാം. അതിന് പിന്നിൽ മറ്റൊരു ദൃശ്യത്തിൽ മതിലിന്റെ ഭാഗത്ത് കൂടി ഗോവിന്ദച്ചാമി നടന്നു പോകുന്നത് കാണാം. 1-2 തവണ തിരികെ സെല്ലിനടുത്തേക്ക് എത്തുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. CCTVയിൽ വ്യക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. വിജയൻ സൂചിപ്പിച്ചതുപോലെ ഇരുമ്പഴി അറുത്ത് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ആഴികൾ പെട്ടെന്ന് ആരും നോക്കിയാൽ മനസ്സിലാകാത്ത തരത്തിൽ നൂലുകൊണ്ട് കെട്ടി ഒരു കൈ മാത്രമുള്ള ആളാണ് ഇതെല്ലാം ചെയ്തത് എന്നത് ഓർക്കണം. അത്രത്തോളം ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് ഗോവിന്ദച്ചാമി. കെട്ടി ശരിയാക്കിയതിന് ശേഷമാണ് വീണ്ടും മറുഭാഗത്തേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ വലതുഭാഗത്ത് കാണുന്ന സ്ക്രീനിലെ ദൃശ്യങ്ങളിൽ കാണുന്ന 2 ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിൽ ഒന്ന് ഇരുമ്പ് ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം നൂല് കൊണ്ട് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഇപ്പോൾ കാണുന്ന ദൃശ്യം അത് മതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. വിജയൻ, ഈ മതിലിലൂടെ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ടല്ലോ, അത് കയറ് പോലെ തോന്നിപ്പിക്കുന്നു. അതെല്ലാം ഈ ജയിലിലെ അന്തേവാസികളുടെ തുണികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയതല്ലേ? അത് എങ്ങനെ മറുഭാഗത്ത് കൊരുത്തിട്ടു എന്നതൊക്കെ ഈ ഒരു കൈ മാത്രമുള്ള ആൾ, ഇപ്പോൾ 2 കൈയുള്ള ആൾക്കാണെങ്കിൽ പോലും അങ്ങനെ മറുഭാഗത്ത് അത് കൊരുത്തിട്ട് ഇങ്ങനെ കയറിപ്പോകുക അത്ര എളുപ്പമല്ല. ഇതേക്കുറിച്ച് ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിശദീകരിക്കുന്നത് എന്താണ്? രതീഷ്, 2 കൈകളുള്ള താങ്കൾക്ക് ഒരു തെങ്ങിൽ കയറാനാകുമോ? ഇല്ല. പക്ഷേ ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി ജയിലിൻ്റെ അകത്തുള്ള തെങ്ങിൽ കയറും. അതാണ് ഗോവിന്ദച്ചാമി. നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക, എന്താണ് വിശേഷിപ്പിക്കുക എന്നറിയില്ല. ഒരു മനുഷ്യൻ്റെ അകത്തെ ക്രിമിനൽ വാസന അത് ഉടലെടുക്കാൻ തുടങ്ങുകയും അത് പരിപോഷിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ അയാൾ എന്തുമായിത്തീരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ ലോകത്ത് തന്നെ ക്രിമിനലുകളുടെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതിനെല്ലാം തന്നെ കവച്ചു വെക്കുന്ന, ഒരു പടി കൂടി കവച്ചു വെക്കുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി. ഈ കൈപ്പത്തിയില്ലാത്ത കൈ തെങ്ങിൽ കുത്തുകയും മറ്റേ കൈ കൊണ്ട് തെങ്ങിൻ്റെ മറുഭാഗം പിടിക്കുകയും ചെയ്ത് ചാടി ഗോവിന്ദച്ചാമി തെങ്ങിൽ കയറും. അത് നമ്മളാരും പറയുന്നതല്ല, ജയിലുകാർ തന്നെ സമ്മതിക്കുന്നതാണ്. അപ്പോൾ അത്രമാത്രം കഴിവാണോ അത് എന്നതല്ല, അങ്ങനെയുള്ളൊരു അഭ്യാസം ഈ ഗോവിന്ദച്ചാമി വശത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം തന്നെ ചെയ്തത്. രതീഷ് ചോദിച്ചതിൻ്റെ ഉത്തരം അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം എവിടെ വസ്ത്രമുണ്ട്, അതെങ്ങനെ കൂട്ടിക്കെട്ടണം എന്നൊക്കെ ജയിലിൽ ഈ സെല്ല് മുറിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം നടത്തിയ തീരുമാനമല്ല. അതൊക്കെ എവിടെ ഉണ്ടാകുമെന്നും അതെങ്ങനെ കൂട്ടിക്കെട്ടണമെന്നുമുള്ള പ്രാക്ടീസ് പലതവണയായി ഒരുപക്ഷെ അതിൻ്റെ റിഹേഴ്സൽ നടത്തിയിട്ടുമുണ്ടാകാം. ഇതൊന്നും തന്നെ നമ്മളുടെ ജയിലിലെ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നുള്ളിടത്താണ് എല്ലാ പ്രശ്നങ്ങളും കിടക്കുന്നത്. അതുകൊണ്ട് ഈ തുണി എവിടെ ആറിയിട്ടിട്ടുണ്ട്, ഈ തുണി ആറിയിട്ട് എത്ര നാൾ അവിടെ ഉണ്ടാകും, അതെങ്ങനെയുള്ള തുണിയാണ്, എത്ര നീളമുണ്ട്, അതിനെത്ര ബലമുണ്ട് എന്നതൊക്കെ ഉൾപ്പെടെ എല്ലാ കാര്യവും ഗോവിന്ദച്ചാമിയുടെ മനസ്സിൻ്റെ അകത്തുണ്ട്, തലച്ചോറിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതികളെല്ലാം നടത്താനും പുറത്തിറങ്ങാനും കഴിഞ്ഞത്. ഒരു പക്ഷേ ആ ഇറങ്ങുന്നതിനടുത്ത് നിന്നും അയാളുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിൽ നിന്നും ഉള്ള പണമോ ഏതെങ്കിലും ഒരു 100 രൂപയെങ്കിലും ഒരുപക്ഷെ അയാളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആ പുറത്തിറങ്ങി അവിടെ നിന്ന് അയാൾ ഒരു വാഹനം പിടിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയും അടുത്ത തീവണ്ടിക്ക് ട്രെയിനിന് ഏതെങ്കിലും രീതിയിലേക്ക് അയാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനിങ് മുഴുവൻ തെറ്റുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അയാളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടും, രണ്ടാമത് ഈ തളാപ്പ് ഭാഗത്തെത്തുമ്പോൾ വഴിതെറ്റി ഈ വലതുഭാഗത്തുള്ള ആൾപ്പാർപ്പുള്ള ഈ ഹൗസിംഗ് ഏരിയകളിലേക്ക് ഇടവഴിയിലേക്ക് മാറിപ്പോവുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്തിനുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ പ്ലാനിങ് മുഴുവൻ നടന്നത്, ആസൂത്രണം മുഴുവൻ നടന്നതും അതെല്ലാം ജയിലിൻ്റെ അകത്തുള്ള ഡാറ്റകളും റിസോഴ്സസുകളും വെച്ചായിരുന്നുവെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ അത് മുഴുവൻ പാളിപ്പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അതല്ല എങ്കിൽ ഗോവിന്ദച്ചാമി ഇന്നും നമുക്ക് പിടികിട്ടാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഭീകരമായൊരു അന്തരീക്ഷത്തിൽ രാത്രികൾ ഈ കണ്ണൂരിൻ്റെ ഭാഗങ്ങളിൽ ചെലവഴിക്കേണ്ടിയും വരുമായിരുന്നു. അതാണ് അവിടെയുള്ള നാട്ടുകാരും ചോദിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് അലാം മുഴക്കാതിരുന്നത്? ഒരുപക്ഷെ ഇത്രയും കൊടും ക്രിമിനലായ ഒരാൾ പുറത്തിറങ്ങുമ്പോൾ ആ നാട്ടുകാരെ അറിയിക്കേണ്ട ബാധ്യത ജയിലിനുണ്ട്. സാധാരണ രീതിയിൽ അലാം മുഴക്കാറുണ്ട്. അത് ആ പരിസരത്തുള്ള ആൾക്കാരെല്ലാം തന്നെ അലേർട്ടായി ഇരിക്കുന്നതിന് വേണ്ടി കാരണമാവുകയും ചെയ്യും. ഒരുപക്ഷെ ഗോവിന്ദച്ചാമി ഇറങ്ങി ആദ്യം കാണുന്ന ആളോട് ചോദിച്ച് ഏതെങ്കിലും രീതിയിൽ അക്രമം നടത്തുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകില്ലേ എന്നാണ് ആ പരിസരങ്ങളിലുള്ളവരെല്ലാം തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദച്ചാമി ആരായിരുന്നു എന്ന് ഈ ജയിൽ അധികൃതർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അയാൾ ഒരു സാധാരണ തടവുകാരനാണ്. ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും പിന്നീട് ആ ശിക്ഷ ജീവപര്യന്തമാക്കി കുറക്കപ്പെടുകയും ചെയ്ത ഒരു തടവ് പുള്ളി 10-ാം നമ്പർ ബ്ലോക്കിൽ കഴിയുന്നു എന്നതിലപ്പുറത്തേക്കുള്ള ഒരു ഗൗരവവും അവിടെ ഉണ്ടായിട്ടില്ല.
അല്ലായിരുന്നെങ്കിൽ ഈ ഗോവിന്ദചാമിയെ ഇതിനു മുന്നിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് കുറെ കൂടി സുരക്ഷയുള്ള ജയിലിലേക്കോ കുറെ കൂടി മറ്റു സ്ഥലങ്ങളിലേക്കോ മാറ്റുവാൻ തന്നെ സാധിക്കുമായിരുന്നു. ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നത് അതീവ സുരക്ഷാ ജയിലിലേക്കാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ വിയ്യൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റാനുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു തടവുപുള്ളിയുടെ കാലിബർ എന്താണ്, അതിൻ്റെ നെഗറ്റീവ് റോൾ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അതാണ് ഇപ്പോൾ ഗോവിന്ദചാമി ജയിൽ ചാടുക വഴി ജയിലധികൃതരും നാട്ടുകാരും എല്ലാവരും നടത്തുകയായിരുന്നു ഗോവിന്ദചാമി എന്നത് വ്യക്തമാകുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പഴുതുകളുള്ള സുരക്ഷാ ക്രമീകരണം, ആ സുരക്ഷാ ക്രമീകരണം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലുള്ള പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി ജയിൽ ചാടുന്നതിന്റെ ആദ്യമായി പുറത്തുവരുന്ന CCTV ദൃശ്യങ്ങളൊപ്പം ചിത്രങ്ങളുമാണ്. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിന് തൊട്ട് മുന്നിലെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. സെല്ലിൽ നിന്ന് ഇരുമ്പ് ഭാഗം മുറിച്ചു മാറ്റിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു, നൂഴ്ന്ന് ഇറങ്ങുന്നു. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ അത് സ്ക്രീനിൽ കാണുന്നുമുണ്ട്. അതിനുശേഷം കുറേ നേരം അവിടെ കാത്തിരിക്കുന്നുണ്ട്. തുണി ഉൾപ്പെടെ പുറത്തേക്ക് രക്ഷപ്പെടാനായി ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുവരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മറുഭാഗത്തേക്ക് അത് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്, വീണ്ടും തിരികെ എത്തുന്നുണ്ട്. മുറിച്ചു മാറ്റിയ ഭാഗം അത് വീണ്ടും നൂലുപയോഗിച്ച് കെട്ടുന്നു. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി കെട്ടുന്നുണ്ട്. അത് ആ ചിത്രത്തിൽ വ്യക്തമാണ്. CCTVയിലും ഏറെ നേരം അവിടെ ചിലവഴിക്കുന്നത് വ്യക്തമാണ്. അതിനുശേഷമാണ് മറുഭാഗത്തേക്ക് പോവുകയും വീണ്ടും തിരികെ എത്തി ബാക്കി സാധനങ്ങൾ കൂടി എടുത്ത് മറുഭാഗത്തേക്ക് പോവുകയും ചെയ്ത് അതിനുശേഷം മതിലിന് ഭാഗത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. എത്രത്തോളം പഴുതുകളുള്ള സുരക്ഷയാണ് കണ്ണൂർ ജയിലിൽ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാക്കുകയാണ്. തുണികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ കയർ ഉപയോഗിച്ചാണ് പിന്നീട് പുറത്തേക്ക് പോയത്. ഇപ്പോൾ സ്ക്രീനിൽ മറുഭാഗത്ത് കാണുന്നത് സെല്ലിന്റെ ഒരു ഭാഗമാണ്. അത് മുറിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ കാണുന്ന മതിലിലൂടെ തുണികൾ ഉപയോഗിച്ചുണ്ടാക്കിയ കയർ ഉപയോഗിച്ച് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു.